ചെൽസി RR FC-യും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത്യുജ്വലവും ആവേശകരവുമായ ഈ ഫുട്ബോൾ മാമാങ്കം കണ്ട് ആസ്വദിക്കുവാൻ നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദവുമായി കാർമൽ സ്പോർട്സ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത മത്സരത്തിൽ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ 3-ാം മത്സരത്തിൽ ഫ്രീക്സ് വൈറ്റ് പൊഴിയൂരും ചെൽസി RR ഫുട്ബോൾ ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇതാ ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ ടീം പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഇതാ മൈതാനത്തിൽ ഇറങ്ങി അവരുടെ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. ചെൽസി RR വേഗം ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടതാണ്. ഞങ്ങളുടെ ഈ ടൂർണമെന്റിന്റെ നല്ല നടത്തിപ്പിനായി ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ച എല്ലാ സ്ഥാപന ഉടമകളെയും നല്ലവരായ നാട്ടുകാരെയും ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ഭാരവാഹികളുടെ പേരിൽ സ്വാതന്ത്ര്യദിന ആശംസകളും 1000 നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. സ്വാതന്ത്ര്യദിനം മനോഹരമാക്കുവാൻ എല്ലാ വർഷവും പരുത്തിയൂരിലെ മികച്ച പ്രൊഫഷണൽ താരങ്ങളെ വിവിധ ടീമുകളിൽ അണിനിരത്തിക്കൊണ്ട് പരുത്തിയൂർ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് മത്സരങ്ങളാണ് നിങ്ങൾ തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ മത്സരത്തിൽ ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഫുട്ബോൾ ടീമും ചെൽസി RR ഫുട്ബോൾ ടീമും ഏറ്റുമുട്ടുന്നു. അത്യുജ്വലവും ആവേശകരവുമായ ഈ ഫുട്ബോൾ മത്സരം കണ്ട് ആസ്വദിക്കുവാൻ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും കാർമൽ ഫുട്ബോൾ ഹബിലേക്കും അതോടൊപ്പം ഞങ്ങളുടെ തത്സമയ സംപ്രേഷണത്തിലേക്കും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഉദയയുടെ പഴയ പടക്കുതിരകൾ അണിനിരക്കുന്ന ചെൽസി RR ടീമും ഇതാ മൈതാനത്തിലിറങ്ങി തങ്ങളുടെ പഴയകാല അടവുകൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായം തളർത്താത്ത പോരാളികൾ ചെൽസി RRന് വേണ്ടി അണിനിരക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഉദയ പരുത്തിയൂരിന്റെ പ്രതിരോധവും മധ്യനിരയും മുന്നേറ്റവും അടക്കിവാണ ഒരു കൂട്ടം പഴയ പടക്കുതിരകൾ ചെൽസി RR ടീമിനായി അണിനിരക്കുന്നു. ഞങ്ങളെ പ്രായം തളർത്തിയിട്ടില്ല, ഞങ്ങളിൽ വീണ്ടും കളിയാവശ്യം ഞങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വാശിയോടുകൂടെ ചെൽസി RRും ചെൽസിയെ ഞങ്ങൾ ജയിക്കാൻ അനുവദിക്കില്ല എന്ന പിടിവാശിയോടുകൂടെ ഞങ്ങളും തിരിച്ചടിക്കും എന്ന ഉദ്ദേശത്തോടുകൂടെ ഫ്രീക്സ് പൊഴിയൂർ ടീമും ഇതാ തങ്ങളുടെ അടവുകളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അതന്ത്രങ്ങളുമായി ഇതാ കളിക്കളത്തിൽ അവരുടെ ആയുധങ്ങളും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്യുജ്വലവും ആവേശകരവുമായി മാറാവുന്ന ഈ മത്സരം കണ്ട് ആസ്വദിക്കുവാൻ നിങ്ങളേവരെയും നയന മനോഹരമായ കാർമൽ ഫുട്ബോൾ ഹബിലേക്കും അതോടൊപ്പം ഞങ്ങളുടെ തത്സമയ സംപ്രേഷണത്തിലേക്കും നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പരുത്തിയൂരിലെ മികച്ച 16 ടീമുകളിൽ പരുത്തിയൂരിന്റെ എക്കാലത്തെയും മികച്ച പ്രൊഫഷണൽ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പിന്റെ മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ഉദയ പരുത്തിയൂരിനോടൊപ്പം കൂറു പുലർത്തുന്ന ഉദയായ്ക്കൊപ്പം ചങ്കും കരളുമായി നിൽക്കുന്ന പരുത്തിയൂരിലെ എല്ലാ ജനങ്ങളുടെയും സ്നേഹവും ഐക്യവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന
ഇൻഡിപെൻഡൻസ് കപ്പിന്റെ മൂന്നാം മത്സരം ഇതാ ഉടൻ ആരംഭിക്കുന്നു. ചെൽസി ടീമിനായി പരുത്തിയൂർ ഉദയ സ്പോർട്സ് ക്ലബിന്റെ മുൻകാല താരങ്ങൾ അണിനിരക്കുന്നു. അതോടൊപ്പം എന്നും പരുത്തിയൂരിന്റെ കായിക മാമാങ്കങ്ങൾക്ക് സ്നേഹവും ഐക്യവും പ്രഖ്യാപിച്ചിട്ടുള്ള ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഫുട്ബോൾ ടീമും ഇതാ കളത്തിൽ നമുക്ക് മുമ്പേ ഇതാ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന പരുത്തിയൂരിലെ മണ്ണിന്റെ മക്കൾക്ക് കളി തത്സമയം ആസ്വദിക്കുവാൻ നമ്മുടെ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ഇതാ തത്സമയ സംപ്രേഷണം നിങ്ങൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ ഏത് മൂലയിലായിരുന്നാലും പരുത്തിയൂർ എന്ന സ്പന്ദനം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പരുത്തിയൂരിന്റെ മക്കളെ നമ്മൾ ഇതാ നമ്മുടെ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ ആഘോഷ ലഹരിയിലാണ്. നമ്മുടെ ടൂർണമെന്റിന്റെ മൂന്നാമത്തെ മത്സരം ഇതാ ആരംഭിക്കാൻ പോകുന്നു. നീലയും മഞ്ഞയും ജേഴ്സിയിൽ ചെൽസി ഫുട്ബോൾ ടീമും തൂവെള്ള ജേഴ്സിയിൽ ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഫുട്ബോൾ ടീമും ഇതാ മൈതാനത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ആരെയും എപ്പോ വേണമെങ്കിലും തോൽപ്പിക്കാം. ഏത് മല്ലനെയും ഞങ്ങൾ മലർത്തിയടിക്കും. ഏത് എക്സ്പീരിയൻസിനെയും ഞങ്ങളുടെ ചടുലമായ യുവത്വം കൊണ്ട് ഞങ്ങൾ തടയിടും എന്ന് ഫ്രീക്സ് വൈറ്റ് ഫുട്ബോൾ ടീമും യുവത്വത്തിനെ ഞങ്ങളുടെ പ്രായത്തിന്റെയും കളിയുടെയും പക്വത കൊണ്ട് ഞങ്ങൾ പ്രതിരോധം തീർത്ത് മലർത്തിയടിക്കും എന്ന തന്ത്രമന്ത്രവുമായി ചെൽസി ഫുട്ബോൾ ടീമും ഇതാ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. കായിക പ്രേമികളെ, ഫുട്ബോൾ പ്രേമികളെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ചെൽസി ഫുട്ബോൾ ടീമും ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഫുട്ബോൾ ടീമും തമ്മിലുള്ള മത്സരം ഇതാ ആരംഭിക്കുകയായി. തൂവെള്ള ജേഴ്സിയിൽ ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഫുട്ബോൾ ടീമും മഞ്ഞയും നീല ജേഴ്സിയിൽ ചെൽസി ഫുട്ബോൾ ടീമും ഇതാ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. എക്കാലവും ഫുട്ബോൾ ജീവനായി കരുതുന്ന പരുത്തിയൂരിലെ കടലിന്റെ മക്കൾ കടലിനോട് മല്ലടിക്കുന്ന അതേ ചാരുതയോടുകൂടെ അതേ കരുത്തോടുകൂടെ ഫുട്ബോൾ മൈതാനങ്ങളിലും മല്ലടിക്കുന്ന മല്ലന്മാരായി ഗജവീരന്മാരായി എന്നും ഫുട്ബോളിനു വേണ്ടി മാത്രം ജീവിക്കുന്ന പരുത്തിയൂരിലെ ജനങ്ങൾ ഇതാ ചെൽസി ന്റെ കിക്കോടുകൂടെ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഫ്രീക്സ് വൈറ്റിന്റെ മുന്നേറ്റം, ഫ്രീക്സിന്റെ മനോഹരമായ പാസ്, ഫ്രീക്സ് വൈറ്റിന്റെ മുന്നേറ്റം, ഫ്രീക്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഫ്രീക്സിന്റെ മുന്നേറ്റം, വീണ്ടും ഫ്രീക്സ് മനോഹരമായ കുറുകിയ പാസുകളുമായി ഫ്രീക്സിന്റെ മുന്നേറ്റം, ത്രൂ പാസ്, മിസ് പാസായി മാറിയിരിക്കുന്നു. ചെൽസിക്ക് അനുകൂലമായ ഗോൾ കിക്ക്. ചെൽസി പ്രായം തളർത്താത്ത പോരാളികൾ ചെൽസിയുടെ മുന്നേറ്റം, വീണ്ടും ചെൽസി. പ്രായം വെറും അക്കങ്ങൾ മാത്രം എന്ന് തെളിയിക്കുന്ന ചടലുമായ മുന്നേറ്റവുമായി ചെൽസി. ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ, ഫ്രീക്സിന്റെ മുന്നേറ്റം, ഫ്രീക്സ് പന്ത് ഫ്രീക്സിന്റെ പരിധിയിലാണ്. വീണ്ടും ഫ്രീക്സ് മനോഹരമായ പാസ്, ഗോൾ! ചെൽസിയുടെ ഗോൾ കീപ്പർ ജസ്റ്റിൻ അലക്സിനെ മലർത്തി അടിച്ചുകൊണ്ട് ഫ്രീക്സിന് വേണ്ടി ഏജീസിന്റെ മുന്നേറ്റ താരം മിഥുൻ വിൽവറ്റ് ഗോൾ നേടിയിരിക്കുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫ്രീക്സ് വൈറ്റ് ഒരു ഗോൾ അടിച്ച് മുന്നിട്ട് നിൽക്കുന്നു. ഉദയയുടെ പഴയ പടക്കുതിര രാജുവിന്റെ മുന്നേറ്റം. ഉദയയ്ക്കും SMRCക്കും വേണ്ടി കളിച്ചിട്ടുള്ള രാജുവിന്റെ നേതൃത്വത്തിൽ ചെൽസി വീണ്ടും ഫ്രീക്സിന്റെ ഷോട്ട്, വീണ്ടും ഗോൾ! അടുപ്പിച്ച്
2 ഗോളുകൾ നേടി ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഫ്രീക്സിന്റെ മനോഹരമായ 2 ഗോളുകൾ. വീണ്ടും ജസ്റ്റിൻ അലക്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഫ്രീക്സിന്റെ മനോഹരമായ ഷോട്ട്. വീണ്ടും രാജുവും പ്രസാദും തമ്മിലുള്ള മുന്നേറ്റം. വീണ്ടും ചെൽസിയുടെ മുന്നേറ്റം. പ്രവീൺ, ചെൽസിക്ക് വേണ്ടി പ്രവീൺ. രാജു, ഉദയയുടെ പഴയ പടക്കുതിര രാജു. ഫ്രീക്സ് പൊഴിയൂർ വൈറ്റിന്റെ മുന്നേറ്റം. വീണ്ടും ഫ്രീക്സ്. മികച്ച പന്തടക്കവുമായി ഫ്രീക്സ്. ഉദയയുടെ പഴയ മധ്യനിര താരം രാജു. വീണ്ടും ഫ്രീക്സിന്റെ പരിധിയിലാണ് പന്ത് നിൽക്കുന്നത്. മിസ്പാസ്. വീണ്ടും ഫ്രീക്സ്. ചടുലമായ നീക്കങ്ങളുമായി ഫ്രീക്സ്. രാജുവിന്റെ മനോഹരമായ പാസ്. അതിമനോഹരമായ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഫ്രീക്സ് പൊഴിയൂരിന്റെ മുന്നേറ്റം. എതിരില്ലാത്ത 2 ഗോളുകൾ ഫ്രീക്സ് മുന്നിട്ട് നിൽക്കുന്നു. വീണ്ടും ഫ്രീക്സിന്റെ മുന്നേറ്റം. ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഫുട്ബോൾ ടീമും ചെൽസി ഫുട്ബോൾ ടീമും തമ്മിലുള്ള മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഫ്രീക്സിന്റെ മുന്നേറ്റം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ പരുത്തിയൂർ നിവാസികൾക്ക് തത്സമയം ഈ മത്സരം വീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ലിങ്കിൽ കയറി ഈ മത്സരം കണ്ടാസ്വദിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും ഫ്രീക്സ്. പ്രായം തളർത്താത്ത പോരാളികൾ എന്ന് ഞാൻ തുടക്കത്തിൽ അഭിസംബോധന ചെയ്തുവെങ്കിലും പ്രായം തളർത്തിയോ എന്ന് സംശയം എനിക്കിപ്പോൾ തോന്നുകയാണ്. ചെൽസി വീണ്ടും ചെൽസിയുടെ പ്രവീണിന്റെ മുന്നേറ്റം. ചെൽസിയുടെ പ്രവീൺ. വീണ്ടും പ്രവീണിന്റെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം. പഞ്ചാബ് FC താരം ബെവന്റെ അച്ഛനാണ് പ്രവീൺ. അച്ഛനും മകനും ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകതയും നമ്മുടെ ഇൻഡിപെൻഡൻസ് കപ്പിനുണ്ട്. പ്രായം വെറും സംഖ്യ മാത്രമാണ്. ഫുട്ബോളാണ് നമ്മുടെ ലഹരി. മറ്റ് മാരകമായ ലഹരികൾക്ക് വിട പറഞ്ഞുകൊണ്ട് കായിക മത്സരങ്ങളാണ് നമ്മുടെ ലഹരി എന്ന ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ കായിക താരങ്ങൾ ഏക മനസ്സോടുകൂടെ ഇതാ കളിക്കടത്തിൽ മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ഫുട്ബോൾ ടീമും ചെൽസി ഫുട്ബോൾ ടീം തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചെൽസി നെതിരെ ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ 2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ചെൽസിയുടെ മുന്നേറ്റം. ചെൽസിയുടെ രാജു ജോസഫ്. വീണ്ടും ചെൽസിയുടെ കാലുകളിൽ പന്ത്. വീണ്ടും ചെൽസിയുടെ മുന്നേറ്റം. ജസ്റ്റിൻ അലക്സിന്റെ മനോഹരമായ ഒരു സേവ്. ഗിഗ്വിറ്റയെ ഓർമ്മപ്പെടുത്തുന്ന വേഷവിധാനങ്ങളുമായി ജസ്റ്റിൻ അലക്സിന്റെ അതിമനോഹരമായ ഒരു സേവാണ് നമ്മളിപ്പോ കണ്ടത്. ഒരു കളിയെഴുത്തുകാരൻ മാത്രമല്ല, താൻ ഒരു കളിക്കാരൻ കൂടിയാണ്, മികച്ച ഒരു കാവൽ പടൻ കൂടെയാണ് എന്ന് ജസ്റ്റിൻ അലക്സ് തെളിയിക്കുന്ന ഒരു സേവായിരുന്നു. മത്സരം പുരോഗമിക്കുന്നു. വീണ്ടും ഫ്രീക്സിന്റെ മുന്നേറ്റം. ഫ്രീക്സിന്റെ ഒരു ത്രൂ പാസ്. ഫ്രീക്സിന്റെ മുന്നേറ്റം. ഫ്രീക്സിനെതിരെ ചെൽസി ഗോൾ തിരിച്ചടിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. മത്സരം ആവേശകരമാണെങ്കിൽ എതിർ ടീമും തിരിച്ചടിക്കണം. അടിക്കടി ഗോളിന് ഗോൾ എന്ന തത്വവുമായി മുന്നോട്ട് പോകണം. മികച്ച സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടെ ആവേശത്തോടുകൂടെ ഞങ്ങളും ഗോൾ തിരിച്ചടിക്കും എന്ന് ചെൽസി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നേറുക. ചെൽസിയുടെ മുന്നേറ്റം.
പ്രസാദിന്റെ ത്രൂ പാസ് ഗോൾ കിക്കായി അവസാനിച്ചിരിക്കുന്നു. ഫ്രീക്സിന്റെ അനുകൂലമായ ഗോൾ കിക്ക്. ഫ്രീക്സിന് വേണ്ടി വീണ്ടും പ്രവീണിന്റെ ഒരു ഇടംകാലനടി ദുർബലമായി വിദൂര സ്വപ്നമായി ഇതാ പുറത്തു പോയിരിക്കുകയാണ്. ഫ്രീക്സ് വൈറ്റ് പൊഴിയൂരിനായി സുരേഷ് ഗോൾ കിക്ക് എടുക്കുന്നു. മുൻ യൂണിവേഴ്സിറ്റി താരം സുരേഷ് പക്ഷേ ഇപ്പോൾ ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിന് കടലിനോട് പോരടിക്കുന്ന അതേ വൈഭവത്തോടു കൂടെ കളിക്കളത്തിലും പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ്. വീണ്ടും ഫ്രീക്സിന്റെ ഗോൾ കിക്കിനായി വെയിറ്റ് ചെയ്യുന്നു. ഫ്രീക്സ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പകരക്കാരെ ഇറക്കിയിരിക്കുന്നു ഫ്രീക്സിന്റെ മുന്നേറ്റം. ചെൽസിയുടെ പ്രവീണിന്റെ മനോഹരമായ ഒരു ഷോട്ട് ഫ്രീക്സിന്റെ പ്രതിരോധ മതിലിൽ തട്ടിത്തെറിച്ചിരിക്കുകയാണ്. പോൾസന്റെ മനോഹരമായ ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. രാജു ജോസഫ്. ഫ്രീക്സിന് അനുകൂലമായ ത്രോയിൻ. ചെൽസിയുടെ പ്രസാദ് 3-ാം നമ്പർ മുൻ ഉദയതാരം. രാജുവിന്റെ പ്രായം തളർത്താത്ത പോരാട്ടം. മനോഹരമായ ഒരു ടാക്ലിംഗ്. വീണ്ടും ഫ്രീക്സിന്റെ പരിധിയിലാണ് ബോൾ. ചെൽസിയുടെ പ്രസാദിന്റെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം. വിഫലമായ മുന്നേറ്റം ത്രോയിനായി മാറിയിരിക്കുന്നു. ചെൽസിക്ക് അനുകൂലമായ ത്രോയിൻ എടുക്കുന്നു പ്രസാദ്. ഉദയയുടെ മുൻ മധ്യനിര താരം പ്രസാദിന്റെ ത്രോയിൻ. ചെൽസിയുടെ മുന്നേറ്റം. മിസ് പാസ് വെറും ത്രോയിനായി അവസാനിച്ചിരിക്കുന്നു. ഫ്രീക്സ് പൊഴിയൂർ വൈറ്റിന് അനുകൂലമായ ഗോൾ കിക്ക്. സുരേഷ് ഗോൾ കിക്ക് എടുക്കുന്നു. മിഥുൻ. ഫ്രീക്സിനായി മിഥുന്റെ മുന്നേറ്റം. സുരേഷ്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ മുന്നിട്ട് നിൽക്കുന്നു. ചെൽസി RR എതിരെ. വീണ്ടും ജസ്റ്റിൻ അലക്സിന്റെ മനോഹരമായ ഒരു സേവ്. തീർച്ചയായും ഗുഗിറ്റയുടെ ഒരു ഫോട്ടോ കോപ്പി എന്ന് വേണം പറയാൻ ജസ്റ്റിന്റെ വേഷവിധാനങ്ങളും പ്രകടനവും. ചെൽസി RRും ഫ്രീക്സും തമ്മിലുള്ള മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് FC എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ചെൽസി RRനെതിരെ മുന്നിട്ട് നിൽക്കുന്നു. അടുത്ത മത്സരം ചെൽസി ഫുട്ബോൾ ടീമും ബെൽജിയം FC ഫുട്ബോൾ ടീം തമ്മിലായിരിക്കും. ഇരു ടീമുകളും എത്രയും വേഗം തയ്യാറായി നിൽക്കേണ്ടതാണ്. പരുത്തിയൂരിലെ മികച്ച പ്രൊഫഷണൽ താരങ്ങളെ വിവിധ ടീമുകൾ അണിനിരത്തിക്കൊണ്ട് മികച്ച 16 ടീമായി അവരെ പരുവപ്പെടുത്തി പരുത്തിയൂർ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന പരുത്തിയൂർ നിവാസികൾക്ക് ഈ മത്സരം തത്സമയം നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം നാട്ടിൽ നിൽക്കുന്നവർക്ക് കാർമൽ സ്പോർട്സ് ക്ലബിൽ നേരിട്ടും ഈ മത്സരം വീക്ഷിക്കാവുന്നതാണ്. എന്നും ഉദയ പരുത്തിയൂരിനോടൊപ്പം കലാ, കായിക, സാംസ്കാരിക
രംഗങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള, ലക്ഷങ്ങൾ മുടക്കി DJ മാത്രമല്ല കായിക മത്സരങ്ങളിലും ഞങ്ങൾ ഉദയക്കൊപ്പം തോൾ ചേർന്ന് നിൽക്കും എന്ന് ഐക്യദാർഢ്യത്തോടുകൂടെ ഞങ്ങളോട് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ FC-ക്കും അതോടൊപ്പം അതേ ലാഘവത്തോടുകൂടെ ഞങ്ങൾ DJ മാത്രമല്ല ഉദയ പരുത്തിയൂർ സംഘടിപ്പിക്കുന്ന എല്ലാ കായിക സാംസ്കാരിക പരിപാടികളും ഞങ്ങളും തോൾ ചേർന്ന് നിൽക്കും എന്ന ഐക്യദാർഢ്യത്തോടുകൂടെ 16 ടീമുകൾ, ജോബിൻ FC, തിങ്കിൾ സ്റ്റാർ, ബെൽജിയം FC, കുരിശടിമുക്ക് FC, അടയങ്കപ്പ FC, പള്ളിപ്പടി, അങ്ങനെ എടുത്തു പറയാവുന്ന എല്ലാ ടീമുകളും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഐക്യവും സ്നേഹവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ അടുത്ത് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന ഉദയ കിങ്സ് കപ്പിന്റെ സംഘാടനത്തിനായി നമ്മൾ തയ്യാറെടുക്കേണ്ടതാണ്. ഈ ടൂർണമെന്റിൽ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കുരിശടിമുക്ക്, ചെൽസി RR, സ്റ്റൈലിഷ് ഇവന്റ്, സ്വിച്ച് ഓഫ് FC, ഫ്രീക്സ് പൊഴിയൂർ FC, ബെൽജിയം FC, സ്കൈലാർക്ക്, ജോബിൻ FC, ട്വിങ്കിൾ സ്റ്റാർ, പള്ളിപ്പടി, ചങ്സ് FC, അട്ടഹാസം, ചെൽസി, എല്ലാ ടീമുകൾക്കും, ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ എല്ലാ ടീമുകൾക്കും നിങ്ങളുടെ സ്നേഹത്തിനും ഐക്യത്തിനും ഞങ്ങൾ സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മൂന്നാം മത്സരത്തിന്റെ രണ്ടാം പകുതി ഇത് ആരംഭിച്ചിരിക്കുന്നു. ചെൽസിയുടെ മുന്നേറ്റം ദുർബലമായ മുന്നേറ്റം പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചിരിക്കുന്നു. ഫ്രീക്സിന്റെ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. ഫ്രീക്സ് പൊഴിയൂരും ചെൽസി RRും തമ്മിലുള്ള മത്സരത്തിന്റെ രണ്ടാം പകുതി പുരോഗമിക്കുന്നു. ഇതാ വീണ്ടും മൂന്നാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ് ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ. രാജേഷിന്റെ മികച്ച ഒരു ഫിനിഷിംഗ് ഫ്രീക്സിന് വേണ്ടി. മുൻ ലിറ്റിൽ സ്റ്റാർ പ്ലെയർ ആണ് രാജേഷ്. ഇപ്രാവശ്യം ഫ്രീക്സ് പൊഴിയൂരിന് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നു. രാജേഷ് ഫ്രീക്സിന് വേണ്ടി മൂന്നാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. 3-0 എന്ന ഗോൾ കണക്കിൽ ഫ്രീക്സ് വൈറ്റ് പൊഴിയൂർ ചെൽസി RRനെതിരെ മുന്നിട്ട് നിൽക്കുന്നു. ചെൽസിയുടെ പാസ്, ലോങ് റേഞ്ചർ, അപകടം ഒഴിവായി പുറത്തു പോകുന്നു. പഴയ പടക്കുതിരുകൾ ചെൽസി RRന് വേണ്ടി അണിനിരന്നിരിക്കുകയാണ്. വീണ്ടും ഫ്രീക്സ് പൊഴിയൂർ വൈറ്റിന്റെ മുന്നേറ്റം. മിസ് പാസ്. രാജു പന്ത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. രാജുവിന്റെ മിസ് പാസ്. വീണ്ടും ഫ്രീക്സിന്റെ മുന്നേറ്റം. ഫ്രീക്സ് മുന്നേറുകയാണ്. വീണ്ടും ഫ്രീക്സ് ത്രോയിൻ. ചെൽസിയുടെ മുന്നേറ്റം. കുറുകിയ പാസുകളുമായി ചെൽസി മുന്നേറുന്നു. ചെൽസിയുടെ പ്രസാദിന്റെ പാസ് പുറത്തുപോയിരിക്കുന്നു. ഫ്രീക്സിന് അനുകൂലമായ ത്രോയിൻ. ഫ്രീക്സിന് വേണ്ടി രാജേഷ് ത്രോ എടുക്കുന്നു. മിഥുൻ മിസ് പാസ്. ചെൽസിക്ക് അനുകൂലമായ ഗോൾ കിക്ക്. ഫ്രീക്സിന്റെ ഗോൾ കിക്ക്. ഫ്രീക്സിന് വേണ്ടി ഗോൾ കിക്ക് എടുക്കുന്നു സുരേഷ്. മുൻ പോണ്ടിച്ചേരി താരമാണ് സുരേഷ്. വീണ്ടും ഫ്രീക്സിന്റെ മുന്നേറ്റം. ഫ്രീക്സിന്റെ കയ്യിലാണ് ബോൾ. മികച്ച പന്തടക്കം. വീണ്ടും ഫ്രീക്സിന്റെ മുന്നേറ്റം.
ഫ്രീക്സിന്റെ ഷോട്ട് പുറത്തു പോയിരിക്കുന്നു. ചെൽസിക്ക് അനുകൂലമായ ഗോൾ കിക്ക്. രാജു ജോസഫ് എടുക്കുന്നു. ചെൽസി ആറാറും ഫ്രീക്സ് പൊഴിയൂർ വൈറ്റും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് മുന്നിട്ട് നിൽക്കുന്നു. പ്രവീണിന്റെ മുന്നേറ്റം. ചെൽസി ആറാറിന്റെ പാസ്. ചെൽസി ആറാർ. ബെർലിറ്റിന്റെ പാസ് പ്രസാദിലേക്ക്. പ്രസാദിന്റെ മുന്നേറ്റം. ഗോൾ! തന്റെ സ്കില്ല് ഇത് നശിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഫിനിഷിങ്ങിലൂടെ ഉദയയുടെ മുൻ താരം പ്രസാദ് ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു ചെൽസി ആറാറിന് വേണ്ടി. അതിമനോഹരമായ ഫിനിഷിംഗ്. പ്രായം തളർത്താത്ത പോരാളി പ്രസാദിന്റെ ഫിനിഷിംഗിൽ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് ചെൽസി ആറാർ. ഫ്രീക്സ് വൈറ്റിന്റെ മുന്നേറ്റം. മത്സരം ചൂടുപിടിക്കുന്നു. ഒരു ഗോൾ തിരിച്ചടിച്ചതോടുകൂടെ മത്സരം വീണ്ടും ആവേശകരമായി മാറിയിരിക്കുകയാണ്. 3-1 ഗോൾ കണക്കിൽ മത്സരം പുരോഗമിക്കുന്നു. ഹാൻഡ്ബോൾ. ചെൽസിക്ക് അനുകൂലമായ ഹാൻഡ്ബോൾ. റെഡ് കാർഡ്. മനഃപൂർവ്വം പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് റഫറി സച്ചിൻ വൈറ്റ്മാൻ റെഡ് കാർഡ് പുറത്തെടുത്തിരിക്കുകയാണ്. ഈ ടൂർണമെന്റിലെ ആദ്യത്തെ റെഡ് കാർഡ്. ഇന്ത്യൻ റഫറിയായ സച്ചിൻ വൈറ്റ്മാൻ മത്സരത്തിലെ ആദ്യ റെഡ് കാർഡ് പുറത്തെടുത്തിരിക്കുന്നു. ഫ്രീക്സിന്റെ താരം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയിരിക്കുകയാണ്. ഈ ടൂർണമെന്റിന്റെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ജെയിംസ് സാറിന്റെ നേതൃത്വത്തിലുള്ള റഫറി പാനലാണ്. മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ റഫറിമാർക്കും ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഭാരവാഹികളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മനോഹരമായ ഷോട്ട്. അതിശക്തമായ ഷോട്ട്. ഗോൾ കീപ്പർ കഷ്ടപ്പെട്ട് കുത്തിയെ പുറത്തു മാറ്റിയിരിക്കുകയാണ്. ചെൽസിക്ക് അനുകൂലമായ കോർണർ കിക്ക്. ചെൽസിയുടെ മുന്നേറ്റം. ബെർലിറ്റിന്റെ ദുർബലമായ ഷോട്ട് കോർണർ കിക്കായി മാറിയിരിക്കുന്നു. ചെൽസി ആറാറിന്റെ ആവേശകരമായ മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുർബലമായ കോർണർ കിക്ക്. പന്ത് ഫ്രീക്സിന്റെ കാലുകളിൽ. ഫ്രീക്സിന്റെ മുന്നേറ്റം. ഫ്രീക്സ് വൈറ്റ് പൊഴിയൂരിന്റെ മുന്നേറ്റം. മനോഹരമായ ലോങ് റേഞ്ചർ ഗോൾ പോസ്റ്റിന്റെ ഉരുമി പുറത്തു പോയിരിക്കുന്നു. അതിമനോഹരമായ ശക്തമായ ഷോട്ടാണ്. വീണ്ടും ബെർലിറ്റ്. ചെൽസി ആറാറും ഫ്രീക്സ് വൈറ്റ് പൊഴിയൂരും തമ്മിലുള്ള മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ചെൽസിയുടെ മുന്നേറ്റം. ചെൽസിയുടെ പ്രവീൺ. ചെൽസിക്ക് അനുകൂലമായ കോർണർ കിക്ക്. വീണ്ടും പ്രസാദ്. ചെൽസി ആറാറിന്റെ മുന്നേറ്റമാണ്. ചെൽസി ആറാർ രമേശ് ആൻഡ് റൂബൻസ് മെമ്മോറിയലിന് വേണ്ടിയിട്ടുള്ള ക്ലബാണ് ചെൽസി ആറാർ. ചെൽസിയുടെ മുന്നേറ്റം. ചെൽസി ആറാറിന്റെ മുന്നേറ്റം. ഫ്രീക്സിന്റെ മുന്നേറ്റം. മിഥുൻ. വീണ്ടും ചെൽസി. ഫ്രീക്സ് മനോഹരമായി ഫിനിഷിംഗിലൂടെ 4ാമത്തെ ഗോൾ നേടിയിരിക്കുന്നു. ചെൽസി ആറാറിനെതിരെ
ഫ്രീക്സിന്റെ അതിമനോഹരമായ ഫിനിഷിംഗ്. ഗോൾ നില 4-1. ശക്തമായ മുന്നേറ്റവുമായി ഫ്രീക്സ് ഗോളുകൾ അടിച്ചുകൂട്ടുന്നു. ചെൽസി ആർആറിന്റെ മുന്നേറ്റം. രാജു ജോസഫ്, പ്രസാദ്, ദുർബലമായ ക്രോസിംഗ് ഗോളിയുടെ കൈകളിൽ ഒതുങ്ങിയിരിക്കുന്നു. ഫ്രീക്സിന്റെ മുന്നേറ്റം വീണ്ടും. ഫ്രീക്സ്, മനോഹരമായ ടാക്ലിംഗ് രാജു ജോസഫ്. വീണ്ടും ഫ്രീക്സിന്റെ മുന്നേറ്റം. ഫ്രീക്സ് ഒറ്റയ്ക്കുള്ള മുന്നേറ്റം. വീണ്ടും മിഥുൻ. ഫ്രീക്സ് മിസ് പാസ്. തുറന്ന അവസരം പാഴാക്കി ഇരിക്കുകയാണ് ഫ്രീക്സ്. അതിദുർബലമായ ഒരു ഷോട്ടാണ്. പോസ്റ്റിന്റെ കാതങ്ങൾക്കകലെ പുറത്തു പോയിരിക്കുന്നു. ചെൽസി ആർആറും ഫ്രീക്സ് പൊഴിയൂർ വൈറ്റും തമ്മിലുള്ള മത്സരം അവസാനിക്കുമ്പോൾ 4-1 എന്ന സ്കോറിന് ഫ്രീക്സ് പൊഴിയൂർ വൈറ്റ് ചെൽസി ആർആറിനെ തോൽപ്പിച്ചിരിക്കുന്നു. ഈ ടൂർണമെന്റിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് അന്തുവിനെ അർപ്പിച്ച മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും, 2-ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് റൂബൻസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 7,000 രൂപ ക്യാഷ് അവാർഡും സമ്മാനമായി നൽകുന്നു. ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത അഭിജിത് ആന്റണിക്കും ലിജിൻ ആഞ്ചലീസിനും സംഘാടകരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഓരോ മത്സരങ്ങളിലെയും മികച്ച താരത്തിനുള്ള മെമന്റോ സംഭാവനയായി നൽകിയ സ്പൈഡർ ഫാഷൻ ഹബിനും 500 രൂപയുടെ ഗിഫ്റ്റ്